എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. സ്നേഹത്തിനൊക്കെ ഒരു കുറവും കാണത്തില്ല. ചിലപ്പം നല്ല രീതിയിൽ നല്ല ഒരുപാട് പറഞ്ഞാൽ 100% ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും, അങ്ങനെയുള്ളതായിരിക്കും. 90% സ്നേഹിക്കുന്ന ആൾക്കാർ കാണും, അഭിനയിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം. അപ്പം സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടൊക്കെ വർഷങ്ങൾ ജീവിച്ച് കഴിഞ്ഞിട്ട് ഒരാളങ്ങ് മരിച്ചു പോകും, അല്ലെങ്കിൽ ഡെത്തുണ്ടായി കഴിഞ്ഞാൽ സ്പേസ് അവിടെ ഒരു സ്പേസ് ഫ്രീ ആവും. സ്പേസ് ഫ്രീ ആകുമ്പോൾ അപ്പോൾ എല്ലാവരുടെയും ചിന്ത അപ്പം എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുടുംബം ഇനി ആരും ഏറ്റെടുക്കും. ആ മരിച്ച ആളായിരിക്കണം ആ കുടുംബത്തിൻ്റെ മൊത്തവും ചിലവുകളും എല്ലാം അയാൾ പോയി ജോലി ചെയ്ത് നടന്നിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ പിന്നെ വരുന്നത് പൈസയുടെ ചിലവുകളുടെ മാത്രം ഒരു നോട്ടമാണ്. ആ സ്നേഹത്തിൻ്റെ അത്രയും നാളത്തെ ആ സ്നേഹം, ആ പൈസയും എല്ലാം അവിടെ തീർന്നു. പിന്നെ വരുന്ന ചിലവുകളുടെ മാത്രം ഉള്ള സ്നേഹമാണ് പിന്നെ വരുന്നത്. അപ്പം അത് ഞാൻ പറയാൻ വന്ന മെയിനായിട്ടുള്ള കാരണം, നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം ആണെങ്കിലും ആലോചന വരുന്ന സമയത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഇങ്ങനെ ഒരു സഡൻലി ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ സെക്യൂർഡ് ആയി എന്ന് പറഞ്ഞാൽ മതി. കാരണം അവർക്ക് ആ ഡെത്ത് കഴിഞ്ഞാലും അവർക്ക് ആശ്രിതർക്കുള്ള പൈസ, അതാണ് ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ബേസ് വരുന്നത്. അപ്പോൾ ആ സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിലും ആ പൈസ വെച്ച് ടാലിയാക്കി പോകാൻ ഉള്ള ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം.